ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ് മക്കളെ, നമ്മുടെ NMMS എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, അഥവാ സൂര്യന്റെ അയനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്. കാരണം അവിടെ മക്കൾ ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് ഡേറ്റുകൾ വരുന്നുണ്ട് എന്നതാണ് മക്കളുടെ പല ആളുകളുടെയും കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ മക്കളെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയടാ, ആകെ 4 ഡേറ്റുകളെ വരുന്നുള്ളൂ. ആ ഡേറ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടത്തെയും സീസണുകൾ അഥവാ ഋതുക്കളടക്കം ഒരുമിച്ച് എഴുതാൻ പറ്റും. സത്യമല്ല അല്ലേ? വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ? പേടിക്കേണ്ട, ഞാനിതാ പറഞ്ഞു തരാൻ പോകുകയാണ്. അതാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിച്ചു വെക്കാം അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. സൂര്യന്റെ അയനം എന്ന് പറഞ്ഞാൽ, ഈ അയനം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ യാത്ര ചെയ്യാന്നാണ്. അപ്പൊ ആര് യാത്ര ചെയ്യാണ്? സൂര്യൻ യാത്ര ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാം. എവിടുന്ന് എങ്ങോട്ടെന്ന് അറിയാം മക്കളെ. ഇപ്പൊ ഉദാഹരണത്തിന് ഇത് ഭൂമിയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഈ നടുവിൽ വരച്ച ഇയാളെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഇക്വേറ്റർ ആയിരിക്കും, ഭൂമധ്യരേഖ ആയിരിക്കും. അതിൽ ആർക്കും സംശയമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 23.5 ഡിഗ്രി നോർത്തിൽ വരച്ച ഇയാളുടെ പേരെന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായൻ രേഖ. 23.5 ഡിഗ്രി സൗത്തിൽ വരച്ച ഇയാളുടെ പേരെന്താണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദക്ഷിണായൻ രേഖ ആണല്ലോ. അതൊക്കെ ഓക്കെ ആണല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ഭൂമി, നമ്മുടെ സൂര്യൻ വന്നു. ഈ സൂര്യൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും, കണ്ടോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതുപോലെ തന്നെ അവിടുന്ന് നേരെ താഴോട്ട് വന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. അപ്പൊ സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും അഥവാ ഉത്തരായ രേഖയുടെയും ദക്ഷിണായ രേഖയുടെയും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇനി അങ്ങോട്ടാണ് നമ്മൾ ഡേറ്റുകൾ പഠിക്കാനുള്ളത്. അതിൽ ആദ്യം തന്നെ ഞാൻ നേരത്തെ വരച്ചു വെച്ച സാധനം ഇവിടെ വരച്ചു, സൂര്യനെയും വരച്ചു. ഓക്കെ, ഈ സൂര്യൻ നേരെ ഇപ്പൊ എവിടെ എത്തി മക്കളെ? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ഉത്തരായ രേഖയുടെ നേരെ മുകളിലല്ലേ എത്തിയത്. മക്കൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നത് മൊത്തമായിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ ഉത്തരാർദ്ധഗോളത്തിന്റെ കഥ മാത്രമാണ്. കാരണം നമ്മുടെ രാജ്യമായ ഇന്ത്യ ഒക്കെ കിടക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ഉത്തരാർദ്ധഗോളത്തിലാണ്. സോ അതുകൊണ്ട് അതിന്റെ കഥ മാത്രമാണ് ഞാൻ ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സദേൺ ഹെമിസ്ഫിയറിനെ പഠിച്ചോളും. അതുകൊണ്ടാട്ടോ. സോ ഞാൻ പറയാൻ പോകുന്ന ആരുടെ കഥ മാത്രമാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുന്നു? സൂര്യൻ നേരെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ഉത്തരാരേഖയുടെ നേരെ മുകളിലാണ് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ചൂടായിരിക്കോ തണുപ്പായിരിക്കോ കൂടുതൽ ഉണ്ടായിരിക്കുക? സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിന്റെ നേരെ മുകളിലുള്ളത്. അപ്പൊ അവിടെ എന്താ കൂടുതൽ ഉണ്ടാവുക? ചൂടായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ചൂട് കൂടുതലുള്ള കാലത്ത് നമ്മൾ എന്താ പറയാ? സമ്മർ സീസൺ എന്നല്ലേ പറയാ. സോ ദാറ്റ് ഡേ ഈസ് നോൺ ആസ് സമ്മർ സോൾസ്റ്റിസ്. ആ ദിവസത്തെ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾസ്റ്റിസ് എന്ന് പറയാ. ഗ്രീഷ്മ അയനാന്ത ദിനം. എന്താ വിളിച്ചേ? ഗ്രീഷ്മ അയനാന്ത ദിനം, സമ്മർ സോൾസ്റ്റിസ് എന്നാണ് വിളിച്ചാറുള്ളത്. ആ ഡേറ്റ് ആണ് ജൂൺ 21. അപ്പൊ ജൂൺ 21 എന്ന് പറയുന്ന ഡേറ്റില്, അഥവാ സമ്മർ സോൾസ്റ്റിസ് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്ന ഡേറ്റില് സൺ ഈസ് വെർട്ടിക്കലി ഓവർ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സൂര്യൻ ആരുടെ നേരെ മുകളിലാണ്? ഉത്തരായൻ രേഖയുടെ നേരെ മുകളിലാണ്. അവിടുന്ന് ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണം. ആ ദിവസത്തിൽ രാത്രി ആയിരിക്കോ പകലായിരിക്കോ കൂടുതൽ ഉണ്ടായിരിക്കാം? കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നില്ലേ? കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. അവിടെ ആര് കൂടുതലായിരിക്കും? പകല് കൂടുതലായിരിക്കും. അഥവാ ഡേ ഈസ് ലെങ്തിയസ്, നൈറ്റ് എന്തായിരിക്കും? ഷോർട്ടസ്റ്റ് ആയിരിക്കും. എവിടെ? നോർത്തേൺ ഹെമിസ്ഫിയർ, ഉത്തരാർദ്ധഗോളത്തിൽ. ഒന്നാമത്തെ കാര്യം സെറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തേലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ വരച്ച ആള് വന്നു, ദെൻ രണ്ടാമത്തെ സൂര്യനെ വരച്ചു. സൂര്യൻ നേരെ താഴോട്ട് പോയി. സൂര്യൻ ഇപ്പൊ ആരുടെ നേരെ മുകളിലുള്ളത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ദക്ഷിണായ രേഖയുടെ നേരെ മുകളിലാണല്ലോ വരുന്നത്. ഈ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിലേക്ക്, നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കുള്ള ദൂരം ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് അവിടെ ചൂടാ തണുപ്പുണ്ടാവുക? തണുപ്പായിരിക്കും ഉണ്ടായിരിക്കുക. തണുപ്പിനെ നമ്മൾ വിളിക്കുക വിന്റർ എന്നാ വിളിക്കുക. അതുകൊണ്ട് തന്നെ ദാറ്റ് ഡേ ഈസ് നോൺ ആസ് വിന്റർ സോൾസ്റ്റിസ്, ശൈത്യ അയനാന്ത ദിനം എന്നാ വിളിക്കുക. ദാറ്റ് ഡേ ഈസ് ഡിസംബർ 22. ആ ദിവസമാണ് മക്കളെ ഡിസംബർ 22 ആ ദിവസം എന്ന് പറയുന്നത്. അപ്പൊ അതും സെറ്റാ. ഡിസംബർ 22 വിളിക്കുന്ന പേര് വിന്റർ സോൾസ്റ്റിസ്, ശൈത്യ അയനാന്ത ദിനം എന്നാണ് വിളിക്കാറുള്ളത്. ഓൺ ദ ഡേ സൺ ഈസ് വെർട്ടിക്കലി ഓവർ ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഈ ദിവസം സൂര്യൻ എവിടെയാണുള്ളത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ദക്ഷിണായ രേഖയുടെ നേരെ മുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പൊ അതും സെറ്റായി. അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കെ, ജൂൺ 21 സൂര്യൻ എന്ത് ചെയ്തു? മുകളിൽ നിന്ന് പോന്നു. താഴെ എത്തിയ സമയത്ത് ഡിസംബർ 22 താഴെ എത്തിയ സൂര്യൻ നേരെ മുകളിലേക്ക് ജൂൺ 21 എന്ന് വെച്ചാൽ ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ ജൂൺ 21 കഴിഞ്ഞ് ജൂൺ 21 ചെല്ലണം. അപ്പൊ അതിനിടയിൽ 2 പ്രാവശ്യം ഇക്വേറ്ററിലൂടെ സൂര്യൻ പാസ് ചെയ്യുന്നുണ്ടാവൂലേ? താഴേക്ക് വരുന്ന സമയത്ത് ഒരു പ്രാവശ്യം, തിരിച്ചു പോകുന്ന പ്രാവശ്യം ഒരട്ടം. എന്ന് വെച്ചാൽ 2 പ്രാവശ്യം ഇക്വേറ്ററിന്റെ ഭൂമധ്യരേഖയുടെ നേരെ മുകളിൽ വരുന്നുണ്ടായിരിക്കും. ആ ദിവസം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ പഠിച്ചു വെക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നില്ല, എക്സ്ട്രാ പറയുന്നില്ല. ആ ദിവസം കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. അതാണ് എവിടെ വരട്ടെ? യെസ്,
നമ്മൾ അതാണ് സൂര്യൻ ഇക്വേറ്ററിന്റെ ഭൂമധ്യരേഖയുടെ നേരെ മുകളിൽ വരുന്ന 2 ദിവസങ്ങളുണ്ട്. ആ ദിവസത്തെ നമ്മൾ വിളിക്കുന്ന പേര് ആക്ച്വലി ഇക്വിനോക്സിസ്, വിഷുവങ്ങൾ എന്നാണ് വിളിക്കാറുള്ളത്. അല്ലെങ്കിൽ മലയാളത്തിൽ സമരാത്ര ദിനങ്ങൾ എന്ന് കൂടെ വിളിക്കാറുണ്ട്. മലയാളത്തിൽ മാത്രമാണ് 2 പേരുള്ളത്, ഇംഗ്ലീഷിൽ ഒറ്റ പേരേ ഉള്ളൂ, ഇക്വിനോക്സിസ് എന്ന് മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ വിഷുവങ്ങൾ എന്ന് വിളിക്കാം, സമരാത്ര ദിനങ്ങൾ എന്ന് വിളിക്കും. അതിന് 2 ദിവസങ്ങളുള്ളത് ഏതൊക്കെയാ? മാർച്ച് 21 സെപ്റ്റംബർ 23. ഏതൊക്കെയാ? മാർച്ച് 21 സെപ്റ്റംബർ 23 എന്ന് പറഞ്ഞാൽ 2 ഡേറ്റുകളിലാണ്. ഈ ഡേറ്റുകളിൽ ഡേയും നൈറ്റും രാത്രിയും പകലും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് സമരാത്ര ദിനങ്ങൾ. ഡേ ആൻഡ് നൈറ്റ് ആർ ഈക്വൽ. രാത്രിയും പകലും തുല്യമായതുകൊണ്ടാണ് അതിന് സമരാത്ര ദിനങ്ങൾ എന്ന് വിളിച്ചത്. ഇനി നമ്മൾ ഇവിടുന്നാണ് നമ്മൾ ഏത് പഠിക്കാൻ പോകുന്നത് മക്കളെ? ഇതല്ല നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇനി ഇവിടുന്നാണ് അടുത്ത സാധനം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ സാധനമാണ് നമ്മുടെ ഓരോരോ സീസണുകൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അതിന് ഞാൻ ആദ്യം പറഞ്ഞ ഡേറ്റുകൾ ഒന്നും കൂടെ എഴുതി വെക്കുകയാണ്. ആദ്യം പറഞ്ഞ ഡേറ്റ്, ഏറ്റവും മുകളിലുണ്ടായിരുന്ന ഡേറ്റ് ഏതാ മക്കളെ? ഒന്ന് കമന്റ് ചെയ്ത്, എല്ലാവരും കമന്റ് ചെയ്തോണം മക്കളെ. അത് ജൂൺ 21. ഏറ്റവും താഴെ ഉണ്ടായിരുന്ന ഡേറ്റ് ഏതാണ്? അത് ഡിസംബർ 22. ഇതിന്റെ ഡേറ്റുകൾ പഠിക്കാൻ ഒരു ഐഡിയ പറഞ്ഞിട്ട്, ഇപ്പൊ ഡിസംബർ 22. ഓക്കെ, ഓർത്തുക, ഡിസംബർ 22 ഡിസംബർ. പിന്നീട് അങ്ങോട്ട് 3 മാസം, ഡിസംബർ അല്ലേ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എക്സാക്ട്ലി. അപ്പൊ ഏറ്റവും മുകളിൽ ഇതാ ഇവിടെ സെന്ററിൽ വരുന്ന ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? മാർച്ച് 21. ഇവിടുന്ന് നേരെ പോകുന്ന സൂര്യൻ മാർച്ച് 21 അവിടെ എത്തി. മാർച്ച് 21 ആണല്ലോ. മാർച്ച് 21, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. 3 മാസം കഴിഞ്ഞപ്പോൾ മുകളിലെത്തി. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. എക്സാക്ട്ലി കറക്റ്റ്. സെപ്റ്റംബർ 23 ഇവിടെ വീണ്ടും സെന്ററിലെത്തി. അവിടുന്ന് എന്ത് ചെയ്തു? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 3 മാസം. അപ്പൊ ഇതിനിടയിൽ എല്ലാത്തിനെയും ഇടയിൽ എത്ര മാസത്തെ ഗ്യാപ്പാണുള്ളത് നോക്കിക്കേ. ഇവിടെ 3 മാസം, ഇവിടെ 3 മാസം, ഇവിടെ 3 മാസം, ഇവിടെ 3 മാസം. എല്ലായിടത്തും 3 മാസങ്ങളാണല്ലോ. ആ 3 മാസങ്ങളാണ് ശരിക്ക് ഓരോ സീസണുകൾ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഇനി ആ സീസണുകൾ മാർക്ക് ചെയ്യാനുള്ള ഐഡിയ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാത്രമാണ് ശ്രദ്ധിച്ചിട്ട് കേട്ടേക്കോ, ഒരിക്കലും തെറ്റിക്കരുത്. അതുകൊണ്ട് അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ കേട്ടേക്കുക. മക്കളെ, ജൂൺ 21 നമ്മൾ വിളിച്ച പേരെന്താ? സമ്മർ സോൾസ്റ്റൈറ്റ്സ് എന്നല്ലേ വിളിച്ചേ? ആണോ? അത് കറക്റ്റാ. സമ്മർ സോൾസ്റ്റൈറ്റ്സ് എന്നാണ് ജൂൺ 21 വിളിച്ചത്. സോ അന്ന് മുതലാണ് സമ്മർ സീസൺ ആരംഭിക്കുന്നത്. സമ്മർ സീസൺ അഥവാ ഗ്രീഷ്മകാലം. ഗ്രീഷ്മകാലം ആരംഭിക്കുന്നത് ജൂൺ 21. അപ്പൊ എന്ന് അവസാനിക്കും? 3 മാസം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ജൂൺ 21 ആരംഭിച്ച സെപ്റ്റംബർ 23 അവസാനിക്കും. അപ്പൊ സമ്മർ സീസൺ, ഗ്രീഷ്മകാലത്തിന്റെ കാലഘട്ടം ഏതാണ്? ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയാണ്. രണ്ടാമത്തെ നമ്മൾ പഠിച്ചു വെക്കുന്നു. രണ്ടാമത്തെ ഡിസംബർ 22 ഏത് ആരംഭിച്ചത്? വിന്റർ സോൾസ്റ്റൈറ്റ്സ് ആരംഭിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസംബർ 22 ഏത് ആരംഭിക്കുന്നു? വിന്റർ സീസൺ. വിന്റർ സീസൺ അഥവാ ശൈത്യകാലം ആരംഭിക്കുന്നു. ശൈത്യകാലം അത് എന്ന് അവസാനിക്കും? മാർച്ച് 21 അവസാനിക്കും. അപ്പൊ സെറ്റാ. അത് 2 സെറ്റാണ്. അതിന് നമുക്ക് സംശയങ്ങൾ വരാനില്ല. കാരണം വിന്റർ സോൾസ്റ്റൈറ്റ്സിന്റെ ഡേറ്റ് ഡിസംബർ 22 ആണെങ്കിൽ അന്ന് എന്ത് ചെയ്യും? വിന്റർ ആരംഭിക്കും. സമ്മർ സോൾസ്റ്റൈറ്റ്സിന്റെ ഡേറ്റ് ജൂൺ 21 ആണെങ്കിൽ അന്ന് സമ്മറും ആരംഭിക്കും. അതിൽ നമുക്ക് ഇനി പ്രശ്നമില്ല. നമ്മൾ കൺഫ്യൂഷനുകളില്ല, നമ്മൾ സെറ്റ് ആക്കിയിട്ട് മാറ്റി. ഇനി ഇതിന്റെ ഇടയിലുള്ള ഡേറ്റുകളാ സംശയം. മക്കളെ, നമ്മളെ ജൂൺ 21 സമ്മർ ആരംഭിച്ചു, സെപ്റ്റംബർ 23 എന്ത് ചെയ്തു? അവസാനിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് ഇതിനിടയിൽ നമ്മളെ സമ്മറിന്റെയും വിന്ററിന്റെയും ഇടയിൽ വരുന്ന ആളാണ് ഓട്ടം സീസൺ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഓട്ടം സീസൺ. ഇത് ഓർത്ത് വെക്കണേ, ഓട്ടം സീസൺ. അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ വിളിക്കും ഹേമന്തകാലം എന്ന് വിളിക്കും. ഹേമന്തകാലം. ഈ ഹേമന്തകാലം സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയാണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആരാ ഉള്ളത്? സ്പ്രിംഗ് സീസണാ. സ്പ്രിംഗ് സീസൺ അഥവാ വസന്തകാലം. വസന്തകാലം മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ്. അപ്പൊ ഈ 4 ഡേറ്റുകൾ പഠിച്ചാൽ എന്തൊക്കെ കിട്ടും നമുക്ക്? ഇക്വിനോക്സസ് കിട്ടും, സമ്മർ സോൾസ്റ്റൈറ്റ്സ് കിട്ടും, വിന്റർ സോൾസ്റ്റൈറ്റ്സ് കിട്ടും, അതിന്റെ പ്രത്യേകതകൾ കിട്ടും, മാത്രമല്ല ഓരോ സീസണുകളും കിട്ടും. ഇപ്പൊ സെറ്റായില്ലേ? ഇവിടുന്ന് ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും NMMS എൻ്റെ മക്കൾ ഇത് അടിപൊളിയായിട്ട് എഴുതൂലേടാ, അടിപൊളിയായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് സർ, സെറ്റ് സർ എന്നൊന്ന് കമന്റ് ഇട്ടോ. കൂടാതെ തന്നെ ഇതുപോലത്തെ വീഡിയോകൾ വേണോ അതും താഴെ കമന്റ് ചെയ്തോടോ. ഓരോരോ വീഡിയോകളായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കടാ.